നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഭരണഘടനാ സ്ഥാപനമായ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്നിരിക്കെ തിരഞ്ഞെടുപ്പുകൾ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനയുടെ ഭാഗത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. കേരള PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ള മേഖലയാണ് ഭരണഘടന. കഴിഞ്ഞ LDC ചോദ്യപേപ്പറുകൾ നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാവും. 2017 കോഴിക്കോട് LDC പരീക്ഷയിൽ 10 ചോദ്യങ്ങളാണ് ഭരണഘടനാ ഭാഗത്തു നിന്ന് വന്നത്. തിരുവനന്തപുരത്ത് 8ഉം എറണാകുളത്ത് 7ഉം ചോദ്യങ്ങൾ ഭരണഘടനയിൽ നിന്നാണ്. ഭരണഘടന പഠിച്ചു കഴിഞ്ഞാൽ 10 മാർക്ക് വരെ നേടാൻ കഴിയും. ഭരണഘടനയിലെ ഓരോ ഭാഗങ്ങളെടുത്ത് പഠിച്ചു പോകാം. നേരത്തെ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിട്ടുള്ളവയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഇന്ത്യയിലെ പൊതുമേഖലയിലുള്ളവയെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അഥവാ ഭരണഘടനാ സ്ഥാപനം, 2 സ്റ്റാറ്റ്യൂട്ടറി ബോഡി നിയമാനുസൃത സ്ഥാപനം. സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഒരു നിയമം വഴി സ്ഥാപിക്കപ്പെടുന്നവയായിരിക്കും. 1950 ജനുവരി 25-നാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. 2 ഇലക്ഷൻ കമ്മീഷണർമാരും ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ചേർന്നതാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്നതുകൂടി ഓർത്തിരിക്കുക. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗസംഖ്യ 3 ആയിരിക്കും. 2 കമ്മീഷണർമാരും ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ചെയർമാനുമാണെന്നും ഓർക്കുക. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാവുന്നത് വരെയാണ് ഇലക്ഷൻ കമ്മീഷണർമാരുടെ കാലാവധി. ഇതിലേതാണോ ആദ്യം പൂർത്തിയാവുന്നത് അതാണ് കണക്കിലെടുക്കുക. 1950-ലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണ് ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്. ഓർത്തിരിക്കുക. 1951-52 ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ് ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായും ആദ്യത്തെ വോട്ടറെയും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് PSC ചോദിച്ചിട്ടുള്ളതാണ്. ശ്യാം സരൺ നേഗി. ഓർക്കുക, ശ്യാം സരൺ നേഗിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ. 489 മണ്ഡലങ്ങളിലാണ് 1ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ജനുവരി 25 ഇന്ത്യയിൽ വോട്ടേഴ്സ് ഡേ ആയി ആചരിച്ചു വരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഇത് ആചരിക്കാൻ തുടങ്ങിയ വർഷമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. 2011 മുതലാണ് ജനുവരി 25 വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് പേരുകളാണ്. മുൻപ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിരുന്നവരുടെ പേരാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് നോക്കാം. ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. സുകുമാർ സെൻ ആണ് ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. വളരെ പ്രധാനപ്പെട്ട പേരുകളെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളൂ. ആദ്യത്തേതും നിലവിലുള്ളതും നിർബന്ധമായി ഓർത്തിരിക്കുക. നിലവിൽ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനത്തിരിക്കുന്നത് സുനിൽ അറോറയാണ്. ഏറ്റവും കൂടുതൽ കാലം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ളത് KV കല്യാൺ സുന്ദരമാണ്. ഓർക്കുക, KV കല്യാൺ സുന്ദരമാണ് ഏറ്റവും കൂടുതൽ കാലം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ളത്. ഇദ്ദേഹം 2ാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു എന്നതുകൂടി ഓർത്തു വയ്ക്കുക. കൂടുതൽ കാലം പറയുമ്പോൾ തീർച്ചയായും കുറച്ചു കാലം ഇരുന്നവരെയും പറയേണ്ടതുണ്ട്. VS രമാദേവിയാണ് ഏറ്റവും കുറച്ചു കാലം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നത്. എന്നാൽ VS രമാദേവിയെക്കുറിച്ച് ഇതിലും പ്രാധാന്യമുള്ള ഒരു പോയിന്റ് പഠിക്കണം. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നിട്ടുള്ള ഏക വനിതയാണ് VS രമാദേവി. ഏറ്റവും കുറച്ചു കാലം ഒപ്പം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിതയും VS രമാദേവിയാണ്. ഇതുവരെ ഒരു മലയാളി മാത്രമേ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ളത്. ഈ പേരിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം 2019 നവംബർ 19-ന് അദ്ദേഹം അന്തരിച്ചു. TN ശേഷനാണ് കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക മലയാളി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 324. ആർട്ടിക്കിൾ 324-ലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 325 വോട്ടർ പട്ടികയും ആർട്ടിക്കിൾ 326 പ്രായപൂർത്തി വോട്ടവകാശമെന്നും ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഒരിക്കൽ കൂടെ നോക്കാം. 1950-ൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു. 1951-52 ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിൽ ആദ്യ തെരഞ്ഞെടുപ്പ്. ശ്യാം സരൺ നേഗി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ട്. ജനുവരി 25, 2011 മുതൽ വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കാൻ തുടങ്ങി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗസംഖ്യ 3 ആണ്. ആർട്ടിക്കിൾ 324 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 325 വോട്ടർ പട്ടികയും ആർട്ടിക്കിൾ 326 പ്രായപൂർത്തി വോട്ടവകാശമാണ്. സുകുമാർ സെന്നാണ് ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. KV കല്യാൺ സുന്ദർ 2ാമത്തെയും ഏറ്റവും കൂടുതൽ കാലം ഈ സ്ഥാനത്തിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ വ്യക്തിയാണ്. സുനിൽ അറോറ നിലവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാനാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാനായ ഏക വനിതയും കുറച്ചുകാലം സ്ഥാനത്തിരുന്നതും VS രമാദേവിയാണ്. TN ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക മലയാളിയാണ്. TN ശേഷൻ. ഇനി നമുക്ക് കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് നോക്കാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗസംഖ്യ 2 ആണ്. ഇവരെ നിയമിക്കുന്നത് ഗവർണറാണ്. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി. 1993-ലാണ് കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. MSK രാമസ്വാമിയാണ് കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ വ്യക്തി. ഓർക്കുക, MSK രാമസ്വാമി കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ്. B ഭാസ്കരനാണ് നിലവിൽ ഈ സ്ഥാനം വഹിക്കുന്നത്. നിലവിലെ കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാനാണ് B ഭാസ്കരൻ. ഇവിടെ സംശയം വരുന്നൊരു ചോദ്യം ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ് എന്നുള്ളതാണ്.
ടിക്കാറാം മീണയാണ് നിലവിൽ കേരളത്തിൻ്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ. ഇത്രയുമാണ് സംസ്ഥാന കമ്മീഷനുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഭരണഘടനയുടെ 15-ാം ഭാഗത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഭാഗം 9 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നുകൂടെ ഓർക്കുക. ഇനി കുറച്ച് ചെറിയ പോയിന്റുകൾ കൂടെ നോക്കാം. ടി.എൻ. ശേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏഷ്യയിലെ ഏറ്റവും വലിയ ബഹുമതിയായ രമൺ മാഗ്സാസെ പുരസ്കാരം നേടിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ടി.എൻ. ശേഷൻ. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പ്രായപൂർത്തി വോട്ടവകാശം 18 ആണെന്ന് നമുക്കറിയാം. മുൻപ് 21 ആയിരുന്നു വോട്ടിംഗ് പ്രായം. 1989 വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്. 1988 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് പ്രായം 18 ആക്കിയത്. രാജീവ് ഗാന്ധിയാണ് വോട്ടിംഗ് പ്രായം 18 ആക്കി കുറച്ച് പ്രധാനമന്ത്രി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ഇംപീച്ച്മെന്റ് എന്നറിയപ്പെടുന്നു. സുപ്രീം കോടതി ജഡ്ജിയെയും ഇതേ രീതിയിലാണ് നീക്കം ചെയ്യുക എന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്.